സജ്ജനങ്ങളുടെ മാതൃക അങ്ങനെയാണ്. അല്ലാഹുവേ ഉഹിബ്ബുസ് സ്വാലിഹീന വലസ്തു മിൻഹും ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ വഅക്റഹു മൻ തിജാറതുഹുൽ മആസി വഇൻ കുന്നാ സവാഅൻ ഫിൽ ബിദാഅ. ദീവാനു ശാഫിഈൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഇമാം ശാഫിഈ തങ്ങളുടെ കവിതകളിൽ കാണാൻ കഴിയും, ഉഹിബ്ബുസ് സ്വാലിഹീന വലസ്തു മിൻഹും. സജ്ജനങ്ങളോട് എനിക്ക് ഇഷ്ടമാണ്, ഞാൻ അവരിൽ പെട്ടവനല്ലെങ്കിലും അവരോട് ഇഷ്ടമാണ്. സജ്ജനങ്ങളായ ആലിമീങ്ങൾ ഫിൽറ്റർ ചെയ്തെടുക്കേണ്ട കാലാണ്. നമ്മുടെ വാവാട് ഉസ്താദോട് അടുത്തല്ലേ അല്ലേ, എന്തോ ഒരു നല്ല വല്ലാത്തൊരു മഹാൻ, ഒരു തെളിമയും മുഖത്തൊരു വെളിച്ചവും അവരുടെ ലാളിത്യവും ജീവിത വിശുദ്ധിയും, എന്തോ ഒരു അത്ഭുതമുള്ള മഹാൻ. അല്ലാഹു ആയുസ്സും ആരോഗ്യവും ആഫിയത്തും നമ്മളെല്ലാ ഉസ്താദുമാർക്കും അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവരോടൊക്കെ സ്നേഹം ഉണ്ടാവുക. നമ്മൾ അവരല്ലെങ്കിലും നമ്മൾ സ്വാലിഹീങ്ങളിൽ പെട്ടവരല്ല എന്ന് ഇമാം ശാഫിഈ തങ്ങൾ പറയാൻ. ഇമാം ശാഫിഈ തങ്ങളാ പറയുന്നത് സ്വന്തത്തോട് കാണിക്കുന്ന തവാദുആണത്. വിനയത്തോടെ പറയാൻ ഞാൻ സ്വാലിഹല്ല, പക്ഷെ സ്വാലിഹീങ്ങളോട് എനിക്കിഷ്ടമാണ്. وأكره من بضاعته ولعلي أن أنال بهم شفاعة. ഒന്നുമല്ല, സജ്ജനങ്ങളെ സ്നേഹിക്കുമ്പോൾ അവരുടെ ശുപാർശ ലഭിക്കുമല്ലോ, നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ അവരെ രക്ഷപ്പെടുത്തും, ശഫാഅത്തുണ്ടാവും. തിന്മ ചെയ്യുന്നവരെ എനിക്ക് ഇഷ്ടമല്ല. وأكره من تجارته المعاصي وأكره من بضاعته المعاصي وإن كنا سواء في البضاعة. തിന്മയാണ് കൊണ്ടു നടക്കുന്നതെങ്കിൽ അവരെ എനിക്ക് വെറുപ്പാണ്. ഞാൻ തിന്മ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും തിന്മ ചെയ്യുന്നവരെ എനിക്ക് ഇഷ്ടമല്ല. സജ്ജനങ്ങളെ ഇഷ്ടമാണ്, ഞാൻ സജ്ജനങ്ങളിൽ പെട്ടില്ലെങ്കിലും അവരോട് ഇഷ്ടമാണ്. എന്തേ? ആലിമീങ്ങളെ ഇഷ്ടപ്പെടുമ്പോ അവരുകൊണ്ട് ശഫാഅത്തുണ്ടാവും. അങ്ങനെ അല്ലാഹു നമുക്ക് ശഫാഅത്ത് നൽകട്ടെ, അല്ലാഹു നമുക്ക് ശഫാഅത്ത് നൽകട്ടെ. വിജ്ഞാനം സത്യവിശ്വാസിയുടെ ദാഹജലമാണ്. ഇഷ്ടംപോലെ കേൾക്കാനും ഓഡിയോ ഫയലുകള്, MP3 MP4 വീഡിയോ ആയിട്ടും ഓഡിയോ ആയിട്ടും വായനയായിട്ടും എന്തെല്ലാം സൗകര്യം ഈ ലോകത്തിൽ നിന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൂടെ? വെറുതെ ഇരിക്കുന്ന നേരത്തും അല്ലാത്തിടത്തും യാത്രയിലും ഉമ്മമാർ അടുക്കളയിൽ ഇരിക്കുമ്പോഴും നമ്മുടെ ചെവികളിൽ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ, ഹദീസുകൾ, വഅദുകൾ, പ്രഭാഷണങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ തിലാവത്ത് ഇതൊക്കെ ചെവിയിലാകുമ്പോ ആ നേരം മുഴുവൻ ഇബാദത്തല്ലേ, എന്ത് രസായിരിക്കും. ഇമാം ശാഫിഈ തങ്ങൾ പറയുന്നു, അഖീ ലൻ തനാലൽ ഇൽമ ഇല്ലാ ബിസിത്തത്തിൻ സഉംബീക അൻ തഫ്സീലിഹാ ബിബയാനി ذكاء وحرص واجتهاد وبلغة وصحبات أستاذ وطول زمان. കൂട്ടുകാരാ, വിജ്ഞാനം നേടാൻ 6 കാര്യങ്ങൾ വേണമെന്ന് നമ്മുടെ ഇമാം ശാഫിഈ റഹ്മഹുല്ലാ ഇത് ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹത്തിന് കൈമാറുകയാണ്. സകാഉൻ, നല്ല ബുദ്ധിശക്തി വേണം. വഹിർസുൻ, പഠിക്കാൻ ആഗ്രഹം വേണം. വജ്തിഹാദുൻ, അധ്വാനം വേണം. വബുൽഗത്തുൻ, ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരണം. സുഹ്ബാതു ഉസ്താദിൻ, ഒരു ഗുരുനാഥന്റെ കൂടെയാവണം. ഒരു ഉസ്താദിന്റെ കൂടെ ഞെടുപോലെ ഒരു ഗുരുനാഥന്റെ മുമ്പിൽ നിന്നാണ് തഅല്ലമിൽ അദബ് ഖബ്ലൽ ഇൽമ. ഇൽമ പഠിക്കുന്നതിന്റെ മുമ്പ് ഗുരുനാഥന്മാരിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് അദബാണ്. അത് പള്ളിയിലെ ഖതീബാവട്ടെ, ഖാദിയാവട്ടെ, മുദരിസാവട്ടെ, മദ്രസയിലെ സദറുസ്താദാവട്ടെ, ക്ലാസ് എടുത്തു തരുന്ന ആളാവട്ടെ, അവരുമായുള്ള ആ ഒരു ഈമാനികമായ ബന്ധം. സുഹ്ബത്തു ഉസ്താദിൻ വതൂലു സമാനി, ഒരുപാട് കാലം വിജ്ഞാനത്തിന് വേണ്ടി ചെലവഴിക്കണം എന്നാണ്. ഒരുപാട് കാലം, സമയം ഒരുപാട് വേണം മുഅ്മിന്. നമ്മളിന്ന് 2 വർഷം കൊണ്ട് എവിടെന്നെങ്കിലും ഗ്രാജുവേറ്റ് ആവാൻ പറ്റുമോ? 1 കൊല്ലം കൊണ്ട് ദർസിലാണോ, വല്ല കോളേജുണ്ടോ? 6 മാസം, 1 കൊല്ലത്തിന് വേണ്ടിയൊക്കെ പല സ്റ്റേറ്റിലേക്കും പോകുന്നവരുണ്ട്. കർണാടകയിലേക്കും ആന്ധ്രയിലേക്കൊക്കെ തമിഴ്നാട്ടിലേക്ക് 1 കൊല്ലം കൊണ്ടൊരു ഡിഗ്രി കിട്ടി പോന്നാൽ പേരിന്റെ തലക്കൊരു ദൈലും വെച്ചു കൊടുത്താൽ
വലിയ ഉസ്താദായിട്ട് നടക്കാലോ, പെട്ടെന്ന് കാര്യം നടക്കുമല്ലോ. അതല്ല വിഷയം. തൂലു സമാനി, ഒരുപാട് കാലം ഗുരുനാഥന്റെ കൂടെ നടക്കണമെന്നാണ്. ദിറായത്തിന്റെ ഇൽമുണ്ട്, റിവായത്തിൽ ദിറായത്ത് സ്വീകരിക്കൂല എന്നാണ് പറയാറുള്ളത്, അല്ലേ? ഒറ്റക്കൊരാൾ വായിച്ചു പഠിച്ചു, അയാൾക്ക് ഇൽമുണ്ടാവും. ആ ഇൽമ് ഹദീസിന്റെ പണ്ഡിതന്മാരുടെ ഹദീസ് സ്വീകരിക്കൂല എന്ന്. ആള് നല്ല ആൾ തന്നെയാണ്, ഒരു ഉസ്താദ് നിന്ന് പഠിച്ചതല്ല, ഒറ്റക്ക് വായിച്ചു പഠിച്ചതാണ്. ഷെയ്ഖ് ഹംസ യൂസുഫ് അദ്ദേഹം പറയാറുണ്ട്, പാംഫ്ലെറ്റേറിയൻ, ഇങ്ങനെ ഈ നോട്ടീസ് വായിച്ചിട്ടൊക്കെ പഠിച്ചിട്ട് കുത്തുബ നിർവഹിക്കുക. അത് പല സംഘടനകളും പല രീതിയിലും ആളുകൾ കിട്ടാണ്ടിരിക്കുമ്പോഴൊക്കെ കിട്ടുന്നവനെ പിടിച്ചിട്ട് എന്ത് ചെയ്യുക, സംസാരിക്കാൻ കഴിവുള്ളവരാണ്. എന്തെങ്കിലുമൊക്കെ ഒരു പുസ്തകം വായിച്ചിട്ട് അങ്ങോട്ട് കുത്തുബ പറയാ, അങ്ങോട്ട് വാള് പറയാ. ശറ അംഗീകരിക്കൂല, ആലിമീങ്ങൾ അംഗീകരിക്കൂല. സുഹ്ബത്തു ഉസ്താദിൻ न किताबों से न कॉलेज से नजर से पैदा इल्म होता है बुजुर्गों की नजर से पैदा. വിജ്ഞാനം ലഭിക്കുന്നത് കിതാബുകളിൽ നിന്നല്ല, കോളേജുകളിൽ നിന്നല്ല. നസർ സേ പൈദാ, സമ്പാദ്യം കൊണ്ടോ പണം കൊണ്ടോ അല്ല ഇൽമുണ്ടാകുന്നത്. ഇൽമു ഹോതാ ഹേ ബുസുർഗോം കി നസർ സേ പൈദാ, പണ്ഡിതന്മാരുടെ നോട്ടത്തിൽ നിന്നാണ് ഇൽമുണ്ടാവുന്നത്. ആലിമീങ്ങളുടെ നോട്ടം, അവരുടെ തർബിയത്തിൽ നിന്നാണ് ഇൽമുണ്ടാവുന്നത്. ആ ഇൽമെന്ന് നഷ്ടപ്പെടുമ്പോഴാണ് അപകടങ്ങൾ ഉണ്ടാവുന്നത്. അല്ലാഹു അത്തരം നന്മകൾ നമ്മുടെ കാലങ്ങളിലേക്ക് അല്ലാഹു നമുക്ക് തിരിച്ചു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ.